Hello everyone, ഞാൻ Jereena Joy. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണാശംസകൾ. നമുക്കെല്ലാവർക്കും അറിയാം ഈ കൊല്ലം നമുക്കാർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ സാധിക്കുകയില്ലെന്നുള്ളത്. കാരണം COVID-19. എന്നാലും നമുക്ക് നമ്മുടെ ഓണം മറക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് കാരണം നമ്മുടെ ഹ്യൂസ്റ്റൺ Knanaya Womens Forum ഈ കൊല്ലം കുറച്ച് പരിപാടികളൊക്കെ ഓണത്തിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കുറച്ച് പരിപാടികൾ, ടാലൻറ്റ് ഷോ, കുക്കറി ഷോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ടാലൻറ്റോ അല്ലെങ്കിൽ കുക്കറി ഷോ എന്തിനെങ്കിലും നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്തതാണ് കുക്കറി ഷോ. ഞാനൊരു സദ്യയിൽ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുന്നത് പായസമാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് മധുരത്തോട് അത്രയ്ക്ക് ഇഷ്ടമായത് കാരണമാണ്. അപ്പം എപ്പം ഒരു സദ്യയ്ക്ക് ഇരുന്നാലും ഞാൻ വെയിറ്റ് ചെയ്യും പായസം വരാൻ. മിക്കവാറും തന്നെ 2 കൂട്ടം അല്ലെ 3 കൂട്ടം പായസം കാണും. അടപ്രഥമൻ, ചെറുപയർ പായസം അല്ലെങ്കിൽ പാൽ പായസം. അപ്പം എന്നോട് ഇവർ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പം എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്ന പായസമാണ്. അത് കാരണം ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഒരു കുക്കർ പാൽ പായസം ഉണ്ടാക്കാൻ പോകുകയാണ്. നിങ്ങൾ വിചാരിക്കുക എങ്ങനെ കുക്കറിൽ ഒരു പാൽ പായസം ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസിയാണ്. അതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് പാൽ പായസത്തിന് വേണ്ട സാധനങ്ങൾ എന്നാ നോക്കാം. 1/2 കപ്പ് ബസ്മതി റൈസ്. ഈ ബസ്മതി റൈസ് നമ്മൾ എന്നാ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഒത്തിരി നേരം ഗ്രൈൻഡ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. വേറൊന്നുമല്ല, ആ അരി ഒന്ന് ഒടിഞ്ഞ് വരാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ അരിയെല്ലാം നമ്മുടെ ചോറ് കിടക്കുന്ന പോലെ പായസത്തിനകത്ത് കിടക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് ഒന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ 2 പ്രാവശ്യം അടിക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് ഒടിഞ്ഞ് വരുമെന്ന്. അതിനുശേഷം 1/2 കപ്പ് കാഷ്യൂനട്ട്സ്, അതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി പൊടിഞ്ഞ് കിട്ടും. പിന്നെ 2 കപ്പ് പഞ്ചസാര, 6 കപ്പ് പാലെന്ന് പറഞ്ഞാൽ 1% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ പാടില്ല. ഹോൾ മിൽക്ക് തന്നെ വേണം. ഓക്കെ, തൽക്കാലം ഇതിനകത്ത് 2 കപ്സോളം കാണിക്കുന്നുള്ളൂ. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ 6 കപ്പ് മിക്സ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു 3-4 ഏലക്ക ജസ്റ്റ് ചതച്ചത്. നമ്മുടെ കുക്കർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പായസം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് തുടങ്ങാം. ആദ്യമേ ബസ്മതി റൈസ് ഇടുക. അതിനുശേഷം കാഷ്യൂനട്ട്സ്, 2 കപ്പ് പഞ്ചസാര പറഞ്ഞ പോലെ നമ്മളിപ്പം സാധാരണ പഞ്ചസാര യൂസ് ചെയ്തെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ്, നിങ്ങളുടെ മധുരം അനുസരിച്ച് യൂസ് ചെയ്യാം. ഓർഗാനിക് ഷുഗർ ആണെങ്കിൽ അതിന് മധുരം കുറവാണ്. അപ്പം 2 കപ്പ് എന്നുള്ളത് 2.5 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് ആക്കുക. പിന്നീട് ഏലക്ക, ലാസ്റ്റ് പാലൊഴിക്കുക. കുക്കറിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്തുള്ള പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ മിക്സ് ചെയ്യണേ. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ പായസം ഇപ്പോൾ അടുപ്പത്തിരിക്കുകയാണ്. ഇതൊരു ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സിലേക്ക് വെക്കണം. അതിനിടയ്ക്ക് വിസിലൊക്കെ വരും, പ്രശ്നമില്ല. അതിനുശേഷം 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൊണ്ട് ഇവിടെ വെക്കണം. തുറക്കരുത് അരമണിക്കൂറിലേക്ക്. അതിനുശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ കുക്കർ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരു ടിപ്പ് പറയാനുണ്ട്. നമ്മൾ ഈ കുക്കർ പായസം ഉണ്ടാക്കുമ്പോഴും ചെറിയ കുക്കറിൽ ഉണ്ടാക്കരുത്, ഇതുപോലെ വലിയ കുക്കറിൽ ഉണ്ടാക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുക്കറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വിസിലടിക്കുമ്പോഴത്തേക്ക് ഈ പായസമൊക്കെ ഫുള്ളങ്ങ് തെറിക്കും എല്ലായിടത്തും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതുപോലൊരു വലിയ കുക്കറിൽ വെക്കേണ്ടത്. പക്ഷേ ഓൾവേസ് റിമെമ്പർ, ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ വെക്കല്, വളരെ ലോ ഫ്ലെയിമിലുള്ള വെക്കാവുള്ളൂ കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ഒഴിക്കട്ടെ.
അങ്ങനെ നമ്മുടെ കുക്കർ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കാം. ഇത് ഗാബി പുളിക്കൽ, നമ്മുടെ വിമൻസ് ഫോറം ട്രഷറർ സുജി പുളിക്കലിൻ്റെ മകളാണ്. അപ്പം ഈ പാൽപ്പായസം ഗാബിക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഗാബി ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല പായസം. താങ്ക് യു ഗാബി. ഈ ഒരു കുക്കറി ഷോയ്ക്ക് എനിക്ക് അവസരം തന്ന ഹ്യൂസ്റ്റൺ ക്നാനായ വിമൻസ് ഫോറത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ ഒരു പാൽപ്പായസം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.